ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു റെസിപ്പിയാണ്, പക്ഷേ വളരെ ടേസ്റ്റും അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. മാത്രമല്ല വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. മാത്രമല്ല നമുക്ക് ചോറിന് കറിയൊന്നും ഇല്ലയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് നിങ്ങൾക്ക് കൊടുത്തയക്കാൻ പറ്റിയ റെസിപ്പിയും കൂടിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. കുട്ടികൾക്കായാലും ഒത്തിരി അങ്ങോട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഇതിനായിട്ട് ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ടുള്ളത് 2 സബോള ചെറുതാക്കി അരിഞ്ഞത്, അതുപോലെ തന്നെ 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, കറിവേപ്പില കുറച്ചെടുത്ത് ചെറുതാക്കി അരിഞ്ഞത്, 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്കിത് കൂട്ടും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ചില ആളുകൾക്ക് തക്കാളിയുടെ ഫ്ലേവർ ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെടില്ല, അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കുറച്ച് കുറയ്ക്കാം കേട്ടോ. അതുപോലെ തന്നെ സബോള നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം. നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രൈ പാൻ എടുക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, ഒന്ന് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സബോളനെ അതിനകത്തോട്ട് തട്ടിക്കൊടുക്കുക കേട്ടോ. അതിനുശേഷം നിങ്ങൾ ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. പിള്ളേർക്ക് നിങ്ങൾ സ്കൂളിലേക്ക് കൊടുത്തയക്കുന്നതാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പച്ചമുളക് കീറിയിടുക. അതിനുശേഷം കീറിയിട്ടതിന് ശേഷം നിങ്ങൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് പാക്ക് ചെയ്യുന്ന സമയത്ത് അതെടുത്ത് മാറ്റാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അവർ കടിച്ച് പിന്നെ ഒത്തിരി അങ്ങ് എരിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വലിയ ആൾക്കാരാണ് കഴിക്കുന്നതെങ്കിൽ ഇങ്ങനെ കഴിക്കാനാണ് ഇത്രയും കൂടി ടേസ്റ്റ്. പച്ചമുളകൊക്കെ കടിക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് ഒരു വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് നല്ലപോലെ രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സബോള ഒത്തിരി അങ്ങ് വാടിപ്പോകണ്ട, ജസ്റ്റ് ഒന്ന് ആ കളറൊന്ന് മാറി കിട്ടിയാൽ മതി. നമുക്ക് ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടണം, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഇനി കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾ ആഡ് ചെയ്യുക. നിങ്ങൾ ഉപ്പ് എങ്ങനെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലപോലെ സവോള ഒന്ന് കളറൊക്കെ മാറി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുന്ന സമയം വരെ നിങ്ങൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഓക്കെ, അതിനുശേഷം ഇനി നമ്മൾ പൊടികളിടുന്ന ടൈമാണ്. അതുകൊണ്ട് നിങ്ങൾ സവോളയൊക്കെ നല്ലപോലെ വഴന്ന് വന്ന് കണ്ടാൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂണിൻ്റെ ഒപ്പം തന്നെ വീണ്ടും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തേക്ക് എത്താവുന്ന രീതിയിൽ നിങ്ങൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാ ഭാഗത്തേക്ക് എത്താവുന്ന രീതിയിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മളുടെ തക്കാളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇതിനകത്തോട്ട് തട്ടിക്കൊടുക്കുക കേട്ടോ. അതും ഇതേപോലെ തന്നെ എല്ലാ ഭാഗത്തേക്ക് എത്താവുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ തക്കാളി ഒന്ന് വെന്ത് ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകാനല്ല, വെന്ത് വരുന്നവരെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇളക്കി കൊടുക്കുക. വാടിയെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് സബോളയും പച്ചമുളകും തക്കാളിയും ഒക്കെ നല്ലപോലെ ഒന്ന് ജോയിൻ്റായി വന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെ നടുവിലൊരു ചെറിയൊരു വൃത്തം ആക്കിയിട്ട്, വൃത്താക്കണം എന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു കുഴിയാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ആ ഒരു കുഴീനകത്തോട്ട് നമ്മൾ 4 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. സാധാരണ എല്ലാവരും ഓംപ്ലേറ്റിന് മിക്സ് ചെയ്യുന്നത് പോലെ അങ്ങനെ ആക്കിയിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ എനിക്ക് അത്ര ടേസ്റ്റ് തോന്നിയിട്ടില്ല. നിങ്ങൾ നേരിട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇതേപോലെ ചിക്കി വേവിച്ചെടുക്കുന്നതായിരിക്കും ഇത്രയും കൂടി നല്ലത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾ നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ മുട്ടയൊക്കെ ഒന്ന് ചിക്കി വരുന്ന സമയത്ത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സബോളയും തക്കാളിയും ഒക്കെ മിക്സ് ചെയ്തിട്ടൊന്ന് ചിക്കി കൊടുക്കുക കേട്ടോ. നല്ലപോലെ എന്നിട്ട് മുട്ടയൊക്കെ നല്ലപോലെ കൊത്തി എടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായി കടിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ വലിയ കഷ്ണങ്ങൾ കണ്ടാൽ നിങ്ങളതൊന്ന് ചെറുതാക്കി ഒന്ന് കൊത്തി കൊടുക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എരിവിൻ്റെ എന്തെങ്കിലും ഒക്കെ കൂടുതൽ കുറവ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും ഇത്തിരി കൂടി നല്ലത്. കാരണം മുട്ട ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഭാഗത്ത് മാത്രം ഉപ്പ് കൂടുതൽ, ഒരു ഭാഗത്ത് മാത്രം മുളക് പൊടി കൂടുതലായിട്ട് കട്ടിയായിട്ട് നിൽക്കുന്നതായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉള്ളിയും പച്ചമുളകും വാട്ടുന്ന സമയത്ത് തന്നെ നിങ്ങൾ എപ്പോഴും നമ്മുടെ ഉപ്പായാലും മുളക് പൊടിയായാലും ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും പ്ലീസ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കാണുന്ന ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്തുക. അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ.